നമസ്കാരം. പ്രധാന വാർത്തകൾ. സംഘം ചേർന്ന യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ കേസിൽ സ്ത്രീ അടക്കം 6 പേർ പെരിന്തൽമണ്ണയിൽ അറസ്റ്റിൽ. പരാതിക്കാരിയുടെ ഭർത്താവിനെ ഒരു കേസിൽ നിന്നും രക്ഷിക്കാമെന്ന് പറഞ്ഞായിരുന്നു പീഡനത്തിന് ഒത്താശ ചെയ്ത സ്ത്രീ യുവതിയുടെ സുഹൃത്ത്. തെരുവുനായ ശല്യത്തെ ചൊല്ലി ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതിയിൽ തർക്കം. വന്ധ്യംകരണവും പ്രതിരോധ കുത്തിവയ്പ്പും കൃത്യമായി നടക്കുന്നില്ലെന്ന് പ്രതിനിധികൾ. ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്താൻ കഴിയാത്തത് അനാസ്ഥയെന്നും ആരോപണം. ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തക്കുറവ്. മണ്ണാർക്കാട് താലൂക്ക് സമിതിയിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രതിഷേധം. വികസന സമിതി യോഗം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. വിദ്യാർത്ഥികളെ സ്വകാര്യ ബസ്സുകളിൽ കയറ്റാൻ അനുവദിക്കുന്നില്ലെന്ന് പെരിന്തൽമണ്ണ താലൂക്ക് സഭയിൽ പരാതി. തെരഞ്ഞെടുപ്പുകളിലെ വിജയത്തിന് പഴയകാലത്തെ ഡോർ ടു ഡോർ ക്യാമ്പയിൻ അനിവാര്യമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. കുറച്ച് പ്രവർത്തനവും കൂടുതൽ പബ്ലിസിറ്റിയുമാണ് ഇക്കാലത്തെ ക്യാമ്പയിനെന്നും കെ മുരളീധരൻ. കൂട്ടോപ്പാടം കണ്ടമംഗലം ഭാഗങ്ങളിലെ വന്യമൃഗശല്യം ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് DFOക്ക് പരാതി. പോലീസ് സാന്നിധ്യം അറിയാൻ പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കാൻ വനം വകുപ്പ്. വിശദമായ വാർത്തകൾ നോക്കാം. സംഘം ചേർന്ന യുവതിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ സ്ത്രീയടക്കം 6 പേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിയെ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയെന്ന പരാതിയിൽ 5 പേരെയും പീഡനത്തിന് ഒത്താശ ചെയ്ത ഒരു സ്ത്രീയെയുമാണ് അറസ്റ്റ് ചെയ്തത്. മഞ്ചേരി സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ കേസിൽ 6 പേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത്. മണ്ണാർക്കാട് ആര്യമ്പാവ് സ്വദേശി രാമചന്ദ്രൻ, തിരൂർ കുറ്റൂർ സ്വദേശി റൈഹാൻ, കൊപ്പം വിളയൂർ സ്വദേശി സുലൈമാൻ, ഏലംകുളം കുന്നക്കാവ് സ്വദേശി സൈനുലാബുദ്ദീൻ, മഞ്ചേരി പയ്യനാട് സ്വദേശി ജസീല, പള്ളിക്കൽ ബസാർ സ്വദേശി സനൂഫ് എന്നിവരാണ് അറസ്റ്റിലായത്. പരാതിക്കാരിയായ യുവതിയുടെ സുഹൃത്താണ് ജസീല. യുവതിയുടെ ഭർത്താവിനെ കേസിൽ നിന്നും രക്ഷിക്കാമെന്ന് പറഞ്ഞ് മറ്റ് പ്രതികളിൽ 4 പേർക്ക് യുവതിയെ ലൈംഗിക ചൂഷണം ചെയ്യുന്നതിന് സഹായിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ മാസം 27-നാണ് സംഭവം. 1-ാം പ്രതി രാമചന്ദ്രന്റെ പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിലുള്ള ന്യൂ പ്ലാസ ലോഡ്ജിലാണ് യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത്. മറ്റ് പ്രതികളിൽ നിന്നും മേടിച്ച പണം രാമചന്ദ്രൻ, ജസീല, സനൂഫ് എന്നിവർ വീതിച്ചെടുക്കുകയും ചെയ്തു. പെരിന്തൽമണ്ണ DYSP A പ്രേംജിത്ത്, സർക്കിൾ ഇൻസ്പെക്ടർ സുമേഷ് സുധാകർ എന്നിവരടങ്ങിയ സംഘം പ്രതികളെ ചോദ്യം ചെയ്തതോടെയാണ് ലൈംഗികാതിക്രമം നടന്നതായി തെളിഞ്ഞത്. കേസിലെ 6 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി. ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതി യോഗത്തിൽ തെരുവുനായ ശല്യത്തെ ചൊല്ലി തർക്കം. വന്ധ്യംകരണവും പ്രതിരോധ കുത്തിവയ്പ്പും കൃത്യമായ രീതിയിൽ നടക്കുന്നില്ലെന്ന ആരോപണത്തെ തുടർന്നാണ് യോഗത്തിൽ തർക്കമുണ്ടായത്. ആദ്യം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ജനപ്രതിനിധികളും തമ്മിലുണ്ടായ തർക്കം പിന്നീട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തമ്മിലേക്ക് മാറുകയായിരുന്നു. പേവിഷബാധ ഭീതിയെ തുടർന്ന് ഒറ്റപ്പാലത്ത് 560 തെരുവുനായ്ക്കൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകിയെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു. 921 തെരുവുനായ്ക്കളിൽ ഇത്രയേ ചെയ്തുള്ളൂവെന്ന് പ്രതിനിധികൾ ആരോപിച്ചു. പിന്നീടാണ് തർക്കം തുടങ്ങിയത്. അമ്പലപ്പാറയിൽ ഇതേ ആശങ്ക നിലനിന്നിരുന്നുവല്ലോ, നടപടിയെടുത്തോ എന്ന് ചോദ്യമുയർന്നു. നടപടി തുടങ്ങിയിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി മറുപടി പറഞ്ഞു. എന്നാൽ വേണ്ടത്ര മുന്നൊരുക്കമില്ലാതെ, കൃത്യമായ പ്ലാൻ ഇല്ലാതെയാണ് നടപടികളെന്ന് മുസ്ലിം ലീഗ് പ്രതിനിധി PM A ജലീൽ ആരോപിച്ചു. 5 നായപിടുത്തക്കാരെയും ജീവനക്കാരെയും ചുമതലപ്പെടുത്തിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മറുപടി നൽകി. എന്നാൽ എത്ര തെരുവുനായ്ക്കൾ ഉണ്ടെന്ന് കണക്കുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയില്ലെന്നും ലീഗ് പ്രതിനിധി യോഗത്തിൽ പറഞ്ഞു. നായ പിടിക്കാൻ ആളെ കിട്ടാത്ത പ്രശ്നമുണ്ടെന്നും കഴിയാവുന്ന നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും ചർച്ച ഇതിൽ ഒതുക്കുകയാണെന്നും INL പ്രതിനിധി PV ബഷീർ ചർച്ചയിൽ ഉന്നയിച്ചു. തെരുവുനായ്ക്കളെ പിടിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണെന്നും അജണ്ടയിലില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉദ്യോഗസ്ഥർക്ക് മറുപടി പറയാനാവില്ലെന്നും അത്തരം ചോദ്യങ്ങൾ നേരത്തെ എഴുതി നൽകണമെന്നും CPM പ്രതിനിധി S. കൃഷ്ണദാസും മറുപടി നൽകി. തുടർന്ന് അടുത്ത വിഷയം ചർച്ചയ്ക്കെടുക്കുകയായിരുന്നു. മത്സ്യത്തൊഴിലാളി ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട സംഭവത്തിൽ ആളെ കണ്ടെത്താൻ കഴിയാത്തത് സർക്കാരിൻ്റെ അനാസ്ഥ മൂലമാണെന്ന ആരോപണവും ഉയർന്നു. സ്കൂബ സംഘം ഉൾപ്പെടെ ലഭ്യമായ എല്ലാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് 5 ദിവസം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ലെന്ന് അധികൃതർ മറുപടി നൽകി. നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകിദേവി അധ്യക്ഷയായി. തഹസിൽദാർ CM അബ്ദുൽ മജീദ്, അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണാർക്കാട് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉദ്യോഗസ്ഥ പങ്കാളിത്തക്കുറവ്.
രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് വികസന സമിതി യോഗം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. മണ്ണാർക്കാട് താലൂക്ക് വികസന സമിതി യോഗം ഹാളിൽ ചേർന്നപ്പോൾ വളരെ കുറച്ച് ഉദ്യോഗസ്ഥരാണ് യോഗത്തിന് എത്തിയിരുന്നത്. തഹസിൽദാർ ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നില്ല. മിക്ക യോഗങ്ങളിലും ഉദ്യോഗസ്ഥരുടെ കുറവ് ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പ്രതിഷേധിക്കുന്നത് പതിവാണ്. യോഗം തുടങ്ങിയപ്പോഴേ ഉദ്യോഗസ്ഥരുടെ കുറവ് ചൂണ്ടിക്കാട്ടി PR സുരേഷ് രംഗത്ത് വന്നു. ഇതോടെ മറ്റ് രാഷ്ട്രീയ പ്രതിനിധികളും പ്രതിഷേധത്തിനൊപ്പം ചേർന്നു. യോഗം മാറ്റിവെച്ച് കളക്ടർക്ക് റിപ്പോർട്ട് നൽകണമെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. തുടർന്ന് യോഗം മാറ്റിവെക്കുകയായിരുന്നു. ഈ മാസം 8-ന് വീണ്ടും യോഗം നടത്തുമെന്ന് റവന്യൂ വകുപ്പ് അധികൃതർ അറിയിച്ചു. മണ്ണാർക്കാട് കളക്ടർ മറ്റൊരു യോഗത്തിൽ പങ്കെടുക്കുന്നതിനാലാണ് താലൂക്ക് വികസന സമിതിക്ക് തഹസിൽദാർ എത്താൻ കഴിയാതിരുന്നതെന്നും റവന്യൂ അധികൃതർ അറിയിച്ചു. വിദ്യാർത്ഥികളെ സ്വകാര്യ ബസ്സുകളിൽ കയറ്റാൻ അനുവദിക്കുന്നില്ലെന്ന് പെരിന്തൽമണ്ണ താലൂക്ക് സഭയിൽ പരാതി ഉയർന്നു. വിവിധ റൂട്ടുകളിൽ രാത്രി സമയങ്ങളിലെ യാത്രാക്ലേശം സംബന്ധിച്ചും പരാതികൾ ഉയർന്നു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ MLA ഉൾപ്പെടെയുള്ളവർ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകി. വിദ്യാർത്ഥികളെ സ്വകാര്യ ബസ്സുകളിൽ കയറ്റാൻ അനുവദിക്കുന്നില്ല എന്നത് നിരന്തരമായ പരാതിയാണ്. പെരിന്തൽമണ്ണയിലെ വിവിധ റൂട്ടുകളിൽ ഈ പ്രശ്നം നിലനിൽക്കുന്നതായി ജനപ്രതിനിധികൾക്ക് പരാതി ലഭിച്ചതുമാണ്. ചില ബസ്സുകളിൽ നാമം മാത്രമായ വിദ്യാർത്ഥികളെ മാത്രമാണ് യാത്രയ്ക്ക് അനുവദിക്കുന്നത് എന്നതും ബസ് തൊഴിലാളികളുടെ മോശമായ പെരുമാറ്റവും പരാതിയായി ഉയർന്നിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. രാത്രി സമയങ്ങളിലെ യാത്രാക്ലേശം സംബന്ധിച്ച് താലൂക്ക് സഭയിൽ മറ്റൊരു പരാതിയും ഉയർന്നു. പുരാമന്തോളിൽ ബസ്സുകൾ നിർത്താത്ത പ്രശ്നവും യാത്രക്കാരുടെ പ്രയാസങ്ങളും NCP നേതാവ് ഹംസ പാലൂർ യോഗത്തിൽ പറഞ്ഞു. 2 മിനിറ്റ് കൊണ്ട് ബസ്സുകളെ അങ്ങോട്ടും കവർ ചെയ്ത് പോകുന്നു. അപ്പോൾ ഒരു ബസ്സിനോട് പറഞ്ഞ അവൻ പറഞ്ഞു എൻ്റെ ടൈം കഴിഞ്ഞു, എനിക്കിവിടെ നിർത്താൻ പറ്റും. അങ്ങനെയൊക്കെ പെട്ടുകിടന്ന് യാത്രക്കാരൻ തന്നെയാണ് ഞാൻ. കാരണം ആ ടൈമിൽ പുരാമന്തോൾ ജംഗ്ഷനിൽ പോലും ബസ് നിർത്താതെ പോയിട്ടുണ്ട്. പാല് പറയണം ഞങ്ങളുടെ ടൈം കഴിഞ്ഞു, ഞങ്ങൾക്ക് പിന്നിൽ ബസ് കയറും, നമുക്കിവിടെ എത്തേണ്ട ധൃതിയായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് എന്നോ ഉണ്ടാക്കിയ ഒരു നിയമത്തിൽ ഇപ്പോഴും അപ്പൊ അതൊന്ന് അഴിച്ചു പണിയാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി കൂടിയിട്ടോ അല്ലെങ്കിൽ ഏതാണ് MLA തലത്തിൽ കൂടിയിട്ടോ ഏതാണെങ്കിൽ ബസ്സുകളുടെ ഇത് അവർ പറയുന്നത് അതാണ് ഞങ്ങളുടെ ടൈമുകൾ. ഉദാഹരണമായിട്ട് ഇപ്പൊ ഇന്നലെ പുരാമന്തോളിൽ പിരിഞ്ഞാൽ സംഭവം ഉണ്ടായി, സാറിന് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അവിടെ 3/4 കിലോമീറ്റർ 1/2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ പാസഞ്ചർമാർ സഞ്ചരിക്കുന്ന സ്ഥലമാണ് പുരാമന്തോൾ ടൗൺ എന്ന് പറയുന്നത്. പട്ടാമ്പിക്കായാലും മലപ്പുറത്തേക്കായാലും പെരിന്തൽമണ്ണയ്ക്കായാലും ഈ 3 സ്ഥലത്ത് അവരവിടെ നിർത്തും. ഏതെങ്കിലും ഞങ്ങൾ ഒരു ഭാഗത്ത് നിർത്തുള്ളൂ. വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നജീബ് കാന്തപുരം MLA ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കരീം, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E സയ്യിദ, വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ, തഹസിൽദാർ A വേണുഗോപാൽ, LA തഹസിൽദാർ സൗമ്യ P ഭരതൻ, ഡെപ്യൂട്ടി തഹസിൽദാർ മണികണ്ഠൻ തുടങ്ങിയവരും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പുകളിലെ വിജയത്തിന് പഴയകാലത്തെ ഡോർ ടു ഡോർ ക്യാമ്പയിൻ അനിവാര്യമെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. കുറച്ച് പ്രവർത്തനവും കൂടുതൽ പബ്ലിസിറ്റിയുമാണ് ഇക്കാലത്തെ ക്യാമ്പയിനെന്നും മുരളീധരൻ പറഞ്ഞു. പട്ടാമ്പിയിൽ KSBA തങ്ങൾ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. DCC വൈസ് പ്രസിഡന്റും പട്ടാമ്പി നഗരസഭാ ചെയർമാനുമായിരുന്ന KSBA തങ്ങളുടെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. മുൻ KPCC പ്രസിഡന്റും MP-യുമായിരുന്ന K മുരളീധരൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനും ജനങ്ങളുമായി അടുത്തിടപെടാനും KSBA തങ്ങൾക്ക് കഴിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ വലിയ നേട്ടമെന്ന് K മുരളീധരൻ അനുസ്മരിച്ചു. അദ്ദേഹത്തെ പോലുള്ളവരുടെ വിയോഗം പാർട്ടിക്ക് വലിയ നഷ്ടം തന്നെയാണെന്നും K മുരളീധരൻ പറഞ്ഞു. പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്താനും ജനങ്ങളുമായി അടുത്തിടപഴകാനും കഴിഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയും. പക്ഷേ അവസാനം അദ്ദേഹത്തിന് രോഗം ബാധിക്കുകയും ഒട്ടും പ്രതീക്ഷിക്കാതെ അദ്ദേഹം നമ്മളെ വിട്ടുപിരിക്കാനുണ്ടായി. ഏതായാലും ഇന്ന് അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ലെങ്കിലും ഇതുപോലുള്ള പ്രവർത്തകർ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അതൊരു നഷ്ടം തന്നെയാണ്. ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെ നമ്മൾ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പ്രകടിപ്പിക്കാറൊക്കെ, പക്ഷെ ഒരു സഹപ്രവർത്തകൻ വിട്ടുപിരിയുമ്പോഴാണ് അതിൻ്റെയൊക്കെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് കുറഞ്ഞ പ്രവർത്തനവും കൂടുതൽ പബ്ലിസിറ്റിയും എന്നതാണ് നയം. എന്നാൽ തിരഞ്ഞെടുപ്പുകളിലെ വിജയത്തിന് ഈ നയം നല്ലതല്ല. പഴയകാലത്തെ ഡോർ ടു ഡോർ ക്യാമ്പയിനിലേക്ക് തിരിച്ചു പോകണമെന്നും K മുരളീധരൻ ഓർമ്മിപ്പിച്ചു. മുമ്പൊക്കെയാണെങ്കിൽ കൂടുതൽ പ്രവർത്തനങ്ങളും കുറവ് പബ്ലിസിറ്റിയും, എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് കൂടുതൽ പബ്ലിസിറ്റിയും വളരെ കുറച്ച് പ്രവർത്തനവുമാണ് ഇപ്പോഴത്തെ ഒരു ശൈലി എന്ന് പറയുന്നത്. ഇതൊരു റീൽസിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടമാണ്. പക്ഷേ ആ പഴയ ഒരു സിസ്റ്റം, പണ്ട് പറയാറുണ്ട് ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊരു ചൊല്ലുണ്ട്.
ഞാനിപ്പോഴും തറപ്പിച്ച് പറയാം, ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെയും കെ മുരളീധരൻ വിമർശിച്ചു. വോട്ടർ പട്ടിക പുറത്തു വന്നതോടെ ജനസംഖ്യയേക്കാൾ കൂടുതൽ വോട്ടർമാരുള്ള അവസ്ഥയാണെന്നും കെ മുരളീധരൻ പരിഹസിച്ചു. ഈ വോട്ട് ചേർക്കുമ്പോൾ തന്നെ അതിഗംഭീരമായിട്ടുള്ള ഒരു വോട്ടർ പട്ടികയാണ് പുറത്തു വന്നത്. ശ്രീകണ്ഠനൊക്കെ ലോക്സഭയിൽ എന്നും ബഹളം ഉണ്ടാക്കുന്നത് ബീഹാറിലത്തെ വോട്ടർ പട്ടികയെക്കുറിച്ചാണ്. എന്നാൽ അതിലെ വലിയൊരു വോട്ടർ പട്ടികയാണ് ഇന്ന് കേരളത്തിലെ ലോക്കൽ ബോഡിയുടെ വോട്ടർ പട്ടിക. തിരുവനന്തപുരം നഗരസഭയിലെ 12 വാർഡുകളിൽ ജനസംഖ്യയേക്കാൾ കൂടുതൽ വോട്ടർമാർ. ഇന്ന് പത്രത്തിലെ പ്രധാന വാർത്തയാണ് മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതൽ വോട്ടർമാരാണ്. അങ്ങനെ ഒരു മാജിക്ക് ഇന്ത്യയിൽ എവിടെ ഉണ്ടായിട്ടില്ല. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പുതിയ ഒരു പക്ഷേ അത് പിണറായിയുടെ നേട്ടമായിരിക്കാം. അതിൻ്റെ നേട്ടമായിട്ട് അംഗീകരിച്ചു കൊടുക്കണം. കാരണം ജനസംഖ്യയേക്കാൾ കൂടുതൽ വോട്ടർമാർ ആദ്യമായിട്ട് കാണാം. ചിലയിടങ്ങളിൽ വോട്ടർമാരെ കാണാനില്ല. കെ ആർ നാരായണസ്വാമി അധ്യക്ഷനായി. വി കെ ശ്രീകണ്ഠൻ എം പി അനുസ്മരണ പ്രഭാഷണം നടത്തി. KSPA തങ്ങളുടെ സ്മരണാർത്ഥം ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായ വിതരണവും നടന്നു. KPCC സെക്രട്ടറി പി ഹരിഗോവിന്ദൻ, CV ബാലചന്ദ്രൻ, C സംഗീത, PK ഉണ്ണികൃഷ്ണൻ, കമ്മുക്കുട്ടി എടത്തോൾ, CMA കരീം, M രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് രാമദാസ്, PA തങ്ങൾ, K ബഷീർ, ഉമ്മർ കീഴായൂർ, ET ഉമ്മർ, മറ്റ് KPCC DCC നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. കൂട്ടുപാടം, കണ്ടമംഗലം, പുറ്റാരിക്കാട്, മേക്കളപ്പാറ പ്രദേശങ്ങളിൽ വർദ്ധിച്ചുവരുന്ന വന്യമൃഗ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് തണൽ സാംസ്കാരിക വേദി മണ്ണാർക്കാട് DFOക്ക് പരാതി നൽകി. പുലി പിടിച്ചതെന്ന നിലയിൽ വളർത്തുനായയുടെ ജഡം വെള്ളിയാഴ്ച രാവിലെ കണ്ടമംഗലം പ്രദേശത്തു നിന്നും കണ്ടെത്തിയിരുന്നു. കൂട്ടുപാടം പഞ്ചായത്തിലെ മലയോര മേഖലകളായ കണ്ടമംഗലം, പുറ്റാനിക്കാട്, മേക്കളപ്പാറ തുടങ്ങിയ ഭാഗങ്ങളിൽ വീണ്ടും പുലിഭീതി പരക്കുന്നു. കണ്ടമംഗലം സ്വദേശി മുടിക്കുന്നിൽ ചാമിയുടെ വളർത്തുനായയെ പുലി പിടിച്ച നിലയിൽ വെള്ളിയാഴ്ച രാവിലെ സമീപത്തു നിന്നും കണ്ടെത്തിയിരുന്നു. പാതി ഭക്ഷിച്ച നിലയിലായിരുന്നു ജഡം. 1 വർഷം മുന്നേ പ്രദേശത്തു നിന്നും പുലി വനംവകുപ്പിൻ്റെ കെണിയിൽ കുടുങ്ങിയതിന് ശേഷം പ്രദേശങ്ങളിൽ വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ വെള്ളിയാഴ്ച മുതൽ ജനങ്ങൾ വീണ്ടും ഭീതിയിലായി. വിഷയത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കണ്ടമംഗലം തണൽ സാംസ്കാരിക വേദി മണ്ണാർക്കാട് DFOക്ക് പരാതി നൽകി. പുലിയാണെന്ന് ഉറപ്പിക്കുന്നതിനായി നായയുടെ ജഡം കണ്ടെത്തിയ പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കുമെന്ന് DFO അറിയിച്ചതായി സാംസ്കാരിക വേദി കൺവീനർ C മൊയ്തീൻകുട്ടി പറഞ്ഞു. DFO നല്ല അനുഭവപൂർവമായൊരു സമീപനമാണ് സ്വീകരിച്ചത്. അവിടെ ഇന്ന് അല്ലെങ്കിൽ നാളെ ക്യാമറ വെക്കും. അതോടൊപ്പം തന്നെ കേടായ മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റുകളും നന്നാക്കി തരാമെന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. ആ പ്രദേശത്തെ ജനങ്ങൾ വളരെ ഭീതിയിലാണ്. ജനവാസ കേന്ദ്രമാണ്. വളരെയധികം ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയോരത്താണ് ഈ സംഭവം ഉണ്ടായത്. ഏതായാലും ചെറിയ കുട്ടികളും പ്രായമായവരൊക്കെ നടന്നു പോകുന്ന വഴിയാണ്. ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഏരിയയുമാണ്. ഇതിൻ്റെ ബാക്കിൽ 4 സെന്റ് കോളനി എന്ന് പറയുന്ന ഒരു കോളനി ഉൾപ്പെടെയുള്ള പ്രദേശത്താണ് ഈ സംഭവം ഉണ്ടായത്. സാംസ്കാരിക വേദി ചെയർമാൻ ശ്രീധരൻ കല്യാട്ടിൽ, അംഗങ്ങളായ K ഹരിദാസ്, കുഞ്ഞുണ്ണി ചാലിയംപറമ്പിൽ, അബു താഹിർ വളപ്പിൽ എന്നിവരാണ് പരാതി നൽകിയത്. പ്രദേശത്തെ തെളിയാതെ കിടക്കുന്ന തെരുവ് വിളക്കുകൾ നന്നാക്കാനും ആവശ്യമായ സ്ഥലങ്ങളിൽ ലൈറ്റുകൾ സ്ഥാപിക്കാനും വനംവകുപ്പ് നടപടി സ്വീകരിക്കും. ഇടവേള. മറ്റ് വാർത്തകൾ നോക്കാം. റോഡ് തകർച്ചയും കൊപ്പത്തെ ഗതാഗത പ്രശ്നങ്ങളും ഉൾപ്പെടെയുള്ള ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗം. ജനപ്രതിനിധികളുടെ അഭാവം യോഗത്തിൽ പ്രകടമായി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലാണ് ഈ മാസത്തെ താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത്. പട്ടാമ്പി ടൗൺ ഉൾപ്പെടെയുള്ള റോഡുകളുടെ തകർച്ച യോഗത്തിൽ ചർച്ചയായി. വാടാനംകുറിച്ചി റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ടുള്ള സർവീസ് റോഡിൻ്റെ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായുള്ള യാത്രാ ദുരിതവും യോഗം ചർച്ച ചെയ്തു. പട്ടാമ്പി കൂറ്റനാട് പാതയിലെ റോഡിന്റെ ശോചനീയാവസ്ഥയും ചർച്ചയായി. അമ്പലത്തിന്റെ പോണ റോഡിലേക്ക്, പ്രധാന റോഡല്ല അമ്പലത്തിലേക്ക്, അവിടുന്ന് ഇറങ്ങി ആ പ്രദേശത്ത് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിൽ വെള്ളം മൊത്തം വരുന്നത് റോഡിൽ. ഞാങ്ങാറ്റി സെന്റർ വരി ഏകദേശം അത് വരും. ബാക്കി പിന്നെ അപ്പുറത്ത് പിന്നെ പാടത്തേക്ക് ഇറങ്ങി പോണൊരു കുഴപ്പമില്ല. അപ്പൊ ഡ്രൈനേജ് ഇവര് ഈ എന്താ ഇവരുടെ ഉദ്ദേശം എന്ന് മനസ്സിലാവുന്നില്ല. ഒരു പീസ് ഡ്രൈനേജുകൾ. കൊപ്പത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി സിഗ്നൽ സംവിധാനം സ്ഥാപിക്കാനുള്ള നടപടികൾ പൂർത്തിയായെങ്കിലും ബന്ധപ്പെട്ടവരിൽ നിന്നും അനുമതി ലഭിക്കാത്ത സാഹചര്യമാണ് ഉള്ളതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ അറിയിച്ചു. ടൗണിലെ വൈദ്യുതി പോസ്റ്റുകൾ മാറ്റുന്നതുൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കാത്തതിലും പ്രസിഡന്റ് യോഗത്തിൽ പ്രതിഷേധം അറിയിച്ചു. സിഗ്നൽ എല്ലാം റെഡിയാണ്, ഇതൊന്നും അവിടെ സ്ഥാപിക്കാൻ ഇതുവരെ ഒരു നടപടിയും ആരുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല. നമ്മുടെ ഇതിന്റെ ഭാഗമായി നിരന്തരമായി ഓരോ ഓഫീസുമായി കയറിയിറങ്ങും. കൊപ്പത്ത് മണിക്കൂറുകളോളം ഒരു ലക്ഷ്യമില്ലാതെ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. വണ്ടികൾ, വാഹനപ്പെരുപ്പം നമുക്കറിയാലോ. ഇപ്പൊ റോഡെല്ലാം നല്ല സൗകര്യമുണ്ട്. പണ്ട് അവിടെ
സിഗ്നൽ ഉണ്ടായത് അത് ഭാരമായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. അന്ന് റോഡ് തീരെ വീതിയിലെത്താൻ സാധിക്കും. ഇന്ന് യഥേഷ്ടം വീതിയുള്ളൊരു ടൗണായി മാറിയിട്ടുണ്ട്. അവിടേക്കുള്ള സിഗ്നലും റെഡിയായിരുന്നു. PWDക്ക് അതുപോലെ ട്രാഫിക് വകുപ്പിനെ എല്ലാവർക്കും കത്തയച്ച് ഇതൊന്ന് വയ്ക്കാനുള്ള ഒരു അനുമതി തരണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ നടപടി. വിളയൂർ കൈപ്രം റോഡിന്റെ തകർച്ചയും കുടിവെള്ള പൈപ്പുകൾ തകരുന്ന പ്രശ്നങ്ങളുമായിരുന്നു വിളയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ യോഗത്തിൽ അറിയിച്ചത്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നടപടി ഉണ്ടാകണമെന്നും അവർ ആവശ്യപ്പെട്ടു. പൊട്ടിയിട്ടും ആ റോഡ് പോയി നോക്കിയപ്പോൾ നമുക്ക് കാണാം ഒരു 300 പൊട്ട് കൂരാച്ചി മുതൽ വിളയൂര് മുതൽ അങ്ങോട്ട് കൈപ്പുറം വരെയുണ്ട്. അപ്പൊ അത് നേരാക്കാണ്ട് ഇപ്പൊ നമ്മൾ ഈ റോഡ് ചെയ്തുകൊണ്ട് കാര്യം ഉണ്ടാവും നമുക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം റെഡിയാക്കി കഴിഞ്ഞ് 5 കോടിയുടെ വർക്കൊക്കെ വന്നിട്ട് നാളെ മറ്റന്നാൾ അത് പോയി പൊളിച്ചാൽ നാട്ടുകാരെന്തായാലും സമ്മതിക്കുന്നു തോന്നുന്നില്ല. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, വിളയൂർ സ്കൂളിൽ ധാരാളം കുട്ടികൾ പോണ സ്ഥലമാണ് വിളയൂര് മുതൽ നമ്മുടെ പുളിഞ്ചോട് പാലം വരെ. പക്ഷെ ആ റോഡിന്റെ ഇരുവശങ്ങളിലും പിന്നെ PWD റോഡാണ്, വലിയ പന്തിയും അതുപോലെ വെള്ളക്കെട്ടും ഒക്കെ ഉണ്ട്. നമ്മൾ ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ആ വെള്ളക്കെട്ടുള്ള ഭാഗം ഒന്ന് നേരിയേക്കാൻ എന്തെങ്കിലും ഫണ്ട് വെച്ചിട്ട് ചെയ്യണം എന്നുള്ളൊരു ഇത്. പക്ഷെ ഇതുവരെ നമുക്ക് അതിനുള്ളൊരു സംവിധാനം എന്തായാലും ഒരുങ്ങിയിട്ടില്ല. പന്നിശല്യവും തെരുവുനായ ശല്യവുമാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. കൊപ്പം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇവയുടെ ശല്യം രൂക്ഷമാണെന്നും ഗീതാ മണികണ്ഠൻ സൂചിപ്പിച്ചു. എവിടെയാണ് വിള നാശം അല്ലെങ്കിൽ മനുഷ്യന്മാർക്കൊക്കെ ഉപദ്രവമുള്ള രീതിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ അത് പഞ്ചായത്തിൽ റിപ്പോർട്ട് ചെയ്ത് പഞ്ചായത്തുകാർക്ക് അതിന് നടപടിയെടുക്കാൻ ഇപ്പോൾ ഒക്ടോബർ മാസം വരെ ഒരു സമയമുണ്ട്. അത് മാക്സിമം എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. കൊപ്പത്തൊക്കെ പന്നിശല്യം ഭയങ്കര രൂക്ഷമാണ്. കൃഷികളൊക്കെ ഉപേക്ഷിച്ച മട്ടിലാണ് കർഷകർ. അപ്പൊ അത്രയും ബുദ്ധിമുട്ടിലാണ് കർഷകരും. അതുപോലെ തന്നെ നമുക്ക് വണ്ടിയിലൊക്കെ പോകുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് നേരിടുന്ന റോഡില് പന്നി കുറുകെ ചാടി ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ 2 കെട്ടിടങ്ങളുടെ ബലക്ഷയം പരിശോധിക്കണമെന്ന് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് യോഗത്തിൽ സൂചിപ്പിച്ചു. കൊപ്പത്തെ സപ്ലൈകോയിലും ഓങ്ങല്ലൂർ കൃഷിഭവനിലെയും ഉദ്യോഗസ്ഥർക്കെതിരെയും യോഗത്തിൽ വിമർശനമുണ്ടായി. ഇക്കാര്യങ്ങൾ പരിശോധിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. ലിറ്റർ പിടിച്ചെടുക്കേണ്ടായി. അതുപോലെ തന്നെ ഈ വാഷ് 936 ലിറ്റർ വാഷ് നമ്മൾ പിടിച്ചെടുക്കാൻ കഴിയും നമ്മുടെ തൊട്ടടുത്തുള്ള കോഴിക്കാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച്. അതുപോലെ തന്നെ IMFL മൊത്തം ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ 37.5 ലിറ്റർ നമ്മൾ വിവിധ കേസുകളിലായിട്ട് പിടിച്ചെടുക്കേണ്ടായി. അതുപോലെ തന്നെ ഈ പൊതുസ്ഥലങ്ങളിലുള്ള പിന്നെ സ്മോക്കിങ്, അതുപോലെ തന്നെ ഈ കടകളിലൊക്കെയുള്ള ഈ ലഹരി നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്ത് 17 കോടി ഫൈനുകളിൽ നിന്നായി 3500 രൂപയോളം നമ്മൾ ഈടാക്കിയിട്ടുണ്ട്. തഹസിൽദാർ TP കിഷോർ, ബുരേഗ തഹസിൽദാർ TP സയ്യിദ് മുഹമ്മദ്, മറ്റ് ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടാമ്പി ടൗണിൽ ഭാരതപ്പുഴയോരത്ത് നിർമ്മിച്ച പാർക്ക് ഉദ്ഘാടന സജ്ജമായി. ഈ മാസം 11-ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. EMSന്റെ പേരാണ് പാർക്കിന് നൽകിയിരിക്കുന്നത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ആദ്യഘട്ടത്തിൽ 90 ലക്ഷവും രണ്ടാം ഘട്ടത്തിൽ 50 ലക്ഷവും വകയിരുത്തിയാണ് ഭാരതപ്പുഴയുടെ തീരത്ത് പാർക്ക് നിർമ്മിക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയായി. പാർക്കിന്റെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഓഗസ്റ്റ് 11-ന് നിർവഹിക്കുമെന്ന് MLA പറഞ്ഞു. പാർക്കിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കി തുറന്നു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. പൂർണ്ണമായും MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കുന്ന പാർക്ക് കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കർത്താവും ആദ്യ മുഖ്യമന്ത്രിയും പട്ടാമ്പിയിൽ 4 തവണ MLAയുമായിരുന്ന EMSന്റെ സ്മാരകം കൂടിയാവുകയാണ്. ജില്ലയിലെ ടൂറിസം സാധ്യതയുള്ള ഇടമാക്കി വിഭവങ്ങളും മറ്റും ലഭ്യമാകുന്ന തരത്തിൽ പാർക്കിനെ വികസിപ്പിക്കാനും കുടുംബശ്രീയുടെയും ആദിവാസി വിഭവങ്ങളും അടങ്ങുന്ന മേളകൾ പാർക്കിൽ സംഘടിപ്പിക്കാനും ഉദ്ദേശമുണ്ടെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. MLAയുടെ നേതൃത്വത്തിൽ പാർക്കിലെ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി. നിർമ്മാണം ഏകദേശം പൂർത്തീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്കിത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെങ്കിൽ തടസ്സമുണ്ടായിരുന്നത് ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അത് ഉറപ്പുവരുത്തണമായിരുന്നു. അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കി. MLA, അതുപോലെ തന്നെ പട്ടാമ്പിയിലെ നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ, അതോടൊപ്പം തഹസിൽദാർ, ഇറിഗേഷൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ജില്ലാ കളക്ടർ, DTPCയുടെ സെക്രട്ടറി, ഇവരെല്ലാം കൂടിയിട്ടുള്ളൊരു കമ്മിറ്റിക്കാണ് ഈ നടത്തിപ്പിൻ്റെ ചുമതല. അപ്പോൾ അത് ആ നടത്തിപ്പിൻ്റെ ചുമതല തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കാലതാമസം എടുത്തത്. കാരണം അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അതിനുള്ള ചില പെർമിഷനുകളും മറ്റും ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടണമായിരുന്നു. അപ്പോൾ കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റി ഇത് നടത്തിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ടെൻഡർ ചെയ്തു. ആ ടെൻഡർ ഇപ്പോൾ ഏകദേശം അത് തീരുമാനമായി കൊണ്ടിരിക്കുകയാണ്. ഇത് നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി ചുമതല കൊടുക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് പാർക്കിൽ ഇപ്പോൾ നിലവിലുള്ള നമ്മളെ സൗകര്യങ്ങളാണ് ഉപയോഗിക്കാൻ കഴിയുമെങ്കിലും അടുത്ത ഘട്ടത്തിൽ
കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകും. ബഹുമാനപ്പെട്ട ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയാണ് ഇറിഗേഷൻ്റെ ഇതിലാണ് പാർക്ക് എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനത്തിന് തീരുമാനിച്ചിട്ടുള്ളത്. പട്ടാമ്പിയിൽ പുതുതായി നമ്മൾ ആരംഭിക്കുന്ന 100% MLA ഫണ്ടിൽ യാഥാർത്ഥ്യമാകുന്ന ഈ പാർക്കിന് EMS പാർക്ക് എന്ന പേര് നമ്മൾ കൊടുക്കുകയാണ് എന്ന കാര്യം അറിയിക്കുന്നു. ഞാനും അതുപോലെ തന്നെ ചെയർപേഴ്സണും ഒക്കെ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ഐക്യകണ്ഠേനയാണ് ഞങ്ങൾ ഒരുമിച്ച് ആ ഒരു തീരുമാനം എടുത്തത് എന്ന സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ്. അപ്പോൾ EMSൻ്റെ പേരിൽ 4 തവണ EMS പ്രതിനിധീകരിച്ച ഒരു മണ്ഡലമായിട്ടുള്ള പട്ടാമ്പിയിൽ ഒരു അങ്ങനെ കാണത്തക്ക രീതിയിലുള്ള വലിയ സ്മാരകങ്ങളൊന്നുമില്ല. അപ്പോൾ EMSൻ്റെ പേരിൽ ഒരു സ്മാരകം യാഥാർത്ഥ്യമാകുന്നു എന്ന സന്തോഷ വാർത്ത കൂടി അറിയിക്കുന്നു. മുണ്ടൂർ തൂത റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി നിർമ്മിച്ച കൽവർട്ട വഴി വെള്ളം പൂക്കോട്ടുപാടം റോഡിലേക്ക് ഒഴുകുന്ന പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് കെ പ്രേംകുമാർ MLA. പഞ്ചായത്ത് പ്രസിഡന്റിനും ഉദ്യോഗസ്ഥർക്കുമൊപ്പം MLA സ്ഥലം സന്ദർശിച്ചു. മുണ്ടൂർ തൂത റോഡ് പ്രവൃത്തിയുടെ ഭാഗമായി നിർമ്മിച്ച കൽവർട്ടിൽ നിന്നും വെള്ളം ഒഴുകി മംഗലാംകുന്ന് പൂക്കോട്ടുപാടം റോഡിലേക്ക് ഇറങ്ങിയത് മൂലം പ്രദേശവാസികൾ നേരിടുന്ന ബുദ്ധിമുട്ട് മലബാർ സിറ്റി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് MLA പഞ്ചായത്ത് പ്രസിഡന്റ് C. രാജികയോടൊപ്പം പ്രദേശം സന്ദർശിക്കുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായും കരാറുകാരുമായും വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തത്. അടിയന്തര പ്രാധാന്യത്തോടുകൂടി എത്രയും വേഗം പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന് MLA പറഞ്ഞു. വെള്ളം ഒലിച്ചു വന്നതിൻ്റെ ഒരു പ്രശ്നം പ്രദേശവാസികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് ശ്രദ്ധയിൽപ്പെടുത്തിയ ഉടനെ തന്നെ ജില്ലാ കളക്ടറുടെയും അതുപോലെ തന്നെ KSTPയുടെ പ്രവൃത്തിയുടെ ഏറ്റെടുപ്പ് നടത്തുന്ന എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവരെയും ഈ കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഘട്ടം ഇപ്പോൾ ഇവിടെ പൂർത്തിയാക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി C. രാജിക ഉൾപ്പെടെയുള്ളവർ ഇവിടെ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. ഇതിൻ്റെ ഭാഗമായി പരമാവധി വേഗതയിൽ ആവശ്യമായ സ്ഥലത്തേക്ക് പൈപ്പ് ലൈൻ നീട്ടിയും വാഹനം വരുന്നതിന് സഹായകരമായ നിലയിൽ അവിടേക്ക് സ്ലോപ്പ് കൃത്യമായി നൽകിയും ആ പ്രവൃത്തി പരമാവധി വേഗതയിൽ പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KSTPയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്രീ മനോജ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്നിട്ടുണ്ട്. KSTPയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ മനോജ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. ഒറ്റപ്പാലം നിന്നും മണ്ണാർക്കാട്ടേക്ക് പോകുന്ന മംഗലാംകുന്ന് മുതൽ ഈസ്റ്റ് ഒറ്റപ്പാലം വരെയുള്ള റോഡിൽ ജൽജീവൻ മിഷന്റെ ഭാഗമായി റോഡ് പൊളിച്ച് പൈപ്പിട്ടതിനാൽ രൂപപ്പെട്ട കുഴികൾ മഴ മാറുന്ന പക്ഷം അടച്ച് ടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടത്താൻ സാധിക്കുമെന്നും MLA പറഞ്ഞു. ഒറ്റപ്പാലത്ത് നിന്ന് മണ്ണാർക്കാട്ടേക്ക് പോകുന്ന മംഗലാംകുന്ന് മുതൽ അങ്ങോട്ടുള്ള റോഡാണ്. ആ റോഡിൻ്റെ ഭാഗത്ത് ധാരാളം കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. നിലവിൽ JJM വർക്കിൻ്റെ ഭാഗമായിട്ട് റോഡ് പൊളിച്ച് പൈപ്പിട്ടതിൻ്റെ ഭാഗമായി വന്ന പ്രയാസമാണ്. മഴ പോയാൽ ഉടനെ അത് പൂർവ്വസ്ഥിതിയിലാക്കാൻ റോഡ് ടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. അതിനാവശ്യമായ ഫണ്ട് നിലവിലുണ്ട്. ഫണ്ടില്ലാത്തതല്ല, മഴയായതുകൊണ്ട് റോഡ് ടാറിംഗ് നടത്താൻ കഴിയാത്തതാണ്. ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡിൽ മംഗലാംകുന്ന് മുതൽ ഏതാണ്ട് ഈസ്റ്റ് ഒറ്റപ്പാലം വരെയുള്ള പല പ്രദേശങ്ങളിലും റോഡിന്റെ നിലവിലുള്ള ശോച്യാവസ്ഥയ്ക്ക് കാരണം അടിയന്തരമായി തന്നെ കാലാവസ്ഥ എല്ലാ ദിവസവും മഴയാണ്. കാലാവസ്ഥയുടെ ഒരു മഴ നിൽക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഉടനെ നമുക്ക് അനുകൂലമായാൽ ഉടനെ തന്നെ ആ പ്രവൃത്തി നമുക്ക് ഏറ്റെടുക്കാനാകും എന്നതുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. മണ്ണാർക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരെ ആദരിച്ചു. പാലാട്ട് റെസിഡൻസിയിൽ നടന്ന ചടങ്ങിൽ വിവിധ മേഖലകളിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്തു. നെല്ലിപ്പുഴ പാലാട്ട് റെസിഡൻസിയിൽ നടന്ന ആദരവ് ജില്ലാ കളക്ടർ G. പ്രിയങ്ക ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലാ കളക്ടറായി നിയമിതയായ G. പ്രിയങ്ക IAS-നുള്ള യാത്രയയപ്പ് കൂടിയായി മണ്ണാർക്കാട്ടെ ചടങ്ങ്. Yes, Nipah is വളരെ infectious, fatality കൂടുതലുള്ള ഇതാണ്. പക്ഷെ when we are restricting the freedom of the people അല്ലേ, അവർ അതിന് ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞാൽ അത് ഒരു മാസ് മൂവ്മെന്റ് ആയിട്ട് ആ പീപ്പിൾ ടു പീപ്പിൾ ബന്ധം വേണം. അത് ആക്ച്വലി എസ്റ്റാബ്ലിഷ് ചെയ്തത് മുനിസിപ്പാലിറ്റി, സിവിൽ ഡിഫൻസ് വോളണ്ടിയർ, RRTs തന്നെയാണ്. ഇനിഷ്യൽ 1-2 ദിവസത്തിൽ കുറച്ച് ഫ്രിക്ഷൻ ഉണ്ടായിരുന്നു. കുറച്ച് പേര് പാലിക്കാൻ റെഡി ആയിരുന്നില്ല അല്ലെ. കുറെ വാർഡുകളെല്ലാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് അവരെല്ലാം എങ്ങനെ അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടു ഇത്രയാണ് ഫെറ്റാലിറ്റി, ഇതുകൊണ്ടാണ് എങ്ങനെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുത്തു അവരെ നമ്മുടെ ഇതിലേക്ക് എടുത്തുകൊണ്ടുവന്നത് അതൊരു വലിയ നേട്ടം തന്നെയാണ്. നഗരസഭാ അധ്യക്ഷൻ C. മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. സർക്കാർ അനുമതി ലഭിക്കുന്നതിന് മുൻപ് തന്നെ കണ്ടെയ്ൻമെന്റ് സോണുകളിലേക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ നൽകാൻ കഴിഞ്ഞതായി ചെയർമാൻ പറഞ്ഞു. ഏറ്റവും അവസാനം കൂടിയ 6 മണിക്കുള്ള മീറ്റിംഗിൽ കളക്ടർ പറഞ്ഞു, ഇനി സർക്കാർ അനുമതി തന്നാലും തന്നില്ലെങ്കിലും സപ്ലൈകോന് ഞാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് കളക്ടറെ അഭിനന്ദിക്കുകയാണ്. ജനങ്ങളുടെ പ്രയാസങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കളക്ടറായിട്ടാണ് മാഡത്തിനെ കാണുന്നത്.
കാരണം ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അതിലവിടുത്തെ ഈ ഹാളിൽ വിളിച്ചു കൂട്ടിയത് പുറത്തുള്ള ഒരാളുമില്ല. ഈ നിപ്പയുമായി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളെ മാത്രമാണ് ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ളത്. അതിൽ റവന്യൂ, അതുപോലെ തന്നെ നമ്മുടെ പോലീസ്, RRT, സിവിൽ ഡിഫൻസ്, മണ്ണാർക്കാട് നഗരസഭയുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, കുമരകത്തൂർ PHCയിലെ ഡോക്ടർ, HI, ആ വാർഡുകളിൽ സേവനമനുഷ്ഠിച്ച തങ്ങളുടെ പ്രയാസങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് അവിടെ സർവേ ഉൾപ്പെടെ പൂർത്തിയാക്കിയ എൻ്റെ പ്രിയപ്പെട്ട ആശാവർക്കർമാർ. സ്ഥലം മാറിപ്പോകുന്ന ജില്ലാ കളക്ടർക്ക് ചെയർമാൻ C. മുഹമ്മദ് ബഷീർ പുരസ്കാരം നൽകി. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷഫീഖ് റഹ്മാൻ നിപ്പ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച 24, 25, 26, 27, 28 വാർഡുകളിലെ കൗൺസിലർമാർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, തഹസിൽദാർ, സ്ഥലം മാറിപ്പോകുന്ന വില്ലേജ് ഓഫീസർ C. രാജേഷ്, സിവിൽ ഡിഫൻസ് വാളണ്ടിയേഴ്സ്, RRT അംഗങ്ങൾ, ആശാവർക്കർമാർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, നഗരസഭാ ശുചീകരണ തൊഴിലാളികൾ, വൈറ്റ് ഗാർഡ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. UGS മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട്, ഫേമസ് അക്ബർ, ഫിറോസ് ബാബു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട്, BJP മണ്ഡലം പ്രസിഡന്റ് ബിജു നല്ലമ്പാനി, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കൗൺസിലർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് ബഡ്സ് സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. സുധീർ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. തെറാപ്പി ഉപകരണങ്ങളും കൈമാറി. 4,36,500 രൂപ ചെലവഴിച്ചാണ് ഏലംകുളം ഗ്രാമപഞ്ചായത്ത് ബഡ്സ് സ്കൂളിൽ സ്മാർട്ട് ക്ലാസ് റൂം ഒരുക്കിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. സുധീർ ബാബു സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അനിത പള്ളത്ത് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ NP ഉണ്ണികൃഷ്ണൻ, ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ MR മനോജ്, അംഗങ്ങളായ രമ്യ മാനിത്തൊടി, സ്വപ്ന സുബ്രഹ്മണ്യൻ, സാവിത്രി, വിജയലക്ഷ്മി, ഭാരതി, സുകുമാരൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി P. ഷാജി, കുടുംബശ്രീ ചെയർപേഴ്സൺ സുനിത, ബഡ്സ് സ്കൂൾ അധ്യാപിക അനുരാധ, PTA പ്രസിഡന്റ് നുഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റൊരു ഇടവേള കൂടി. കൂടുതൽ വാർത്തകൾ. ആദ്യം വാണിജ്യ വാർത്തകൾ. മികച്ച ഗുണനിലവാരമുള്ള ഇന്റീരിയർ മെറ്റീരിയലുകൾക്ക് ഇനി മെട്രോ നഗരങ്ങളെ ആശ്രയിക്കേണ്ടതില്ല. വിവിധ ബ്രാൻഡുകളുടെ ഇന്റീരിയർ മെറ്റീരിയലുകളുമായി റോയൽ ഇന്റീരിയർ ഗാലറിയുടെ രണ്ടാമത് സംരംഭം ഒറ്റപ്പാലം കണ്ണിയമ്പുറം വള്ളുവനാട് ആശുപത്രിക്ക് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ചു. അഡ്വക്കേറ്റ് K. പ്രേംകുമാർ MLA സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പിയിൽ ഒരു ദശകത്തിലധികം ഇന്റീരിയർ മെറ്റീരിയലുകളുടെ വിപണനത്തിൽ പരിചയസമ്പത്തുള്ള റോയൽ ഇന്റീരിയർ ഗാലറിയുടെ രണ്ടാമത് ഔട്ട്ലെറ്റാണ് ഒറ്റപ്പാലം കണ്ണിയമ്പുറം വള്ളുവനാട് ആശുപത്രിക്ക് എതിർവശത്തായി പ്രവർത്തനം ആരംഭിച്ചത്. വീടുകളുടെയും ഓഫീസുകളുടെയും ഇന്റീരിയർ വർക്കിന് ആവശ്യമായ എല്ലാവിധ മെറ്റീരിയലുകളും കിച്ചൺ ആക്സസറീസുകളും ഒരു കുടക്കീഴിൽ ഒരുക്കിക്കൊണ്ടാണ് റോയൽ ഇന്റീരിയർ ഗാലറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മികച്ച ഗുണമേന്മയുള്ള ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകളുടെ ഇന്റീരിയർ മെറ്റീരിയലുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കിക്കൊണ്ടാണ് റോയൽ ഇന്റീരിയർ ഗാലറിയുടെ പ്രവർത്തനം. അഡ്വക്കേറ്റ് K. പ്രേംകുമാർ MLA സ്ഥാപനം ഒറ്റപ്പാലത്തിന് സമർപ്പിച്ചു. ഇന്ന് ഒറ്റപ്പാലത്ത് കണ്ണിയമ്പുറത്ത് റോയൽ ഇന്റീരിയർ ഗാലറി എന്ന ഒരു പുതിയ സ്ഥാപനം നാടിന് സമർപ്പിക്കപ്പെടുകയാണ്. ശ്രീ ഷഫീഖിന്റെ നേതൃത്വത്തിലുള്ള ഈ സ്ഥാപനം ആധുനിക കാലത്ത് വിശേഷിച്ച് പരിമിതമായ സ്ഥലത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും മികച്ച നിലയിൽ സമീപിക്കാവുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ശ്രീ ഷഫീഖ് ഇവിടെ ഇന്ന് ഇത് ആരംഭിക്കുന്നത്. പട്ടാമ്പിയിൽ അദ്ദേഹത്തിന് ഒരു ഷോപ്പുണ്ട്. അതിന്റെ തുടർച്ചയിലാണ് ഒറ്റപ്പാലത്തും ഇത്തരത്തിലുള്ള ഒരു ഷോപ്പ് റോയൽ ഇന്റീരിയർ ഗാലറി ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഈ സ്ഥാപനത്തിൽ ജനങ്ങൾക്ക് നല്ല സേവനം നൽകി മികച്ച വിശ്വാസ്യതയോടുകൂടി മുന്നോട്ട് പോകാനാകട്ടെ, നാടിന്റെ കാലത്തിന്റെ പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് ജനങ്ങൾക്ക് മികച്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനും
അവരുടെ എല്ലാം സ്നേഹവും പ്രീതിയും ഒക്കെ പിടിച്ചു പറ്റാനും ഈ സ്ഥാപനത്തിനാകട്ടെ, ഷെഫീഖിന്റെ ഈ സ്ഥാപനത്തിന് എല്ലാ നിലയിലുള്ള ഉയർച്ചയും വളർച്ചയും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒറ്റപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് പി അബ്ദുൽ ലത്തീഫ്, വർക്കിംഗ് പ്രസിഡന്റ് പി ബഷീർ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി. വ്യാപാരി സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. കിച്ചൺ ആക്സസറീസ്, പ്ലൈവുഡ്, PVC ബോർഡ്, WPC ബോർഡ്, പാർട്ടിക്കൽ ബോർഡ്, MICA ലാമിനേറ്റ്സ്, അക്രലിക്കം, ലവേഴ്സ്, ചാർക്കോൾ പാനൽ, 3D പാനൽ, ഹാർഡ്വെയർ തുടങ്ങിയവയുടെ വിപുലമായ കളക്ഷനുകൾ തന്നെയാണ് ഉപഭോക്താക്കൾക്കായി റോയൽ ഇന്റീരിയർ ഗാലറി ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ പ്രമുഖ ബ്രാൻഡുകളായ സ്ലീക്ക്, എപ്കോ, ഹാഫൽ, മെറ്റ, ഓലീവ്, കേബോർഡ് പ്ലേ, ബെസ്റ്റ്വുഡ് ഉൽപ്പന്നങ്ങളാണ് റോയൽ ഇന്റീരിയർ ഗാലറി ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈനുകളിൽ ഇന്റീരിയർ വർക്കുകൾ, കിച്ചൺ വർക്കുകൾ എന്നിവ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഇന്ത്യയിൽ എവിടെയും ഹോം ഡെലിവറി സൗകര്യവും റോയൽ ഇന്റീരിയർ ഗാലറി ഒരുക്കിയിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് കിച്ചൺ ആക്സസറീസുകൾക്ക് 20 മുതൽ 30% വരെ ഡിസ്കൗണ്ടും നൽകുന്നുണ്ട്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നതായി സ്ഥാപന ഉടമ പറഞ്ഞു. റോയൽ ഇന്റീരിയർ ഗാലറിയുടെ രണ്ടാമത്തെ സ്ഥാപനം ഒറ്റപ്പാലത്ത് കണ്ണിയാപുരം സേവന്തര ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യണ വർക്കുകളെന്ന് വെച്ചാൽ ഇൻറ്റീരിയർ ആക്സസറീസ്, കിച്ചൺ ആക്സസറീസ്, അല്ലെങ്കിൽ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ, വാൾഡ്രോബ് വർക്കുകൾ എല്ലാം നമ്മൾ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ കിച്ചൺ ആക്സസറീസ്, പ്ലൈവുഡ്, മൾട്ടിവുഡ്, MDF അങ്ങനെയുള്ള എല്ലാ ഇൻറ്റീരിയറിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉത്തരവാദിത്തത്തോടുകൂടി ഓൾ കേരള, തമിഴ്നാട്, കർണാടക എവിടെയും നമ്മൾ ഡെലിവറി ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. മണ്ണാർക്കാട് റൂറൽ ബാങ്ക് നീതി സൂപ്പർ മാർക്കറ്റിൽ മൺസൂൺ ധമാക്ക ബമ്പർ പ്രൈസ് നറുക്കെടുപ്പ് നടത്തി. ബാങ്ക് പ്രസിഡന്റ് PN മോഹനൻ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇവിടുന്ന് സാധനം വാങ്ങിയിരുന്നു അല്ലേ? 2 മാസം. ഈ വാങ്ങിച്ച സബിത്ത് കിണറത്ത് അല്ലേ? സബിത്തിനാണ് ഇവിടെ 1ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത്, 1ാം സമ്മാനം കിട്ടിയിട്ടുള്ളത്. 1ാം സമ്മാനം വാഷിംഗ് മെഷീനാണ്. അപ്പോൾ വളരെ സന്തോഷം. 91 അല്ലേ? 9175 നമ്പർ കൂപ്പണാണ്. അപ്പോൾ കൂപ്പണുമായിട്ട് വരിക. 1ാം സമ്മാനമായ വാഷിംഗ് മെഷീന് കോട്ടപ്പാടം കിണറത്ത് സബിത്ത് അർഹനായി. 2ാം സമ്മാനം TV പള്ളിക്കുന്ന് ചോലയിൽ സുജേഷും, 3ാം സമ്മാനമായ സോഡാ മേക്കർ നീതി സൂപ്പർ മാർക്കറ്റിലെ K നിസാറും, 4ാം സമ്മാനം മിക്സി KTDCയിലെ ബീനയ്ക്കും, 5ാം സമ്മാനം ഫ്രൈങ് പാൻ ഫെഡറൽ ബാങ്കിലെ M മെർലിനും നേടി. ഗുണഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള സാധനങ്ങൾ നൽകാൻ
സൂപ്പർ മാർക്കറ്റിന് കഴിയുന്നതായി ബാങ്ക് പ്രസിഡന്റ് PN മോഹനൻ പറഞ്ഞു. ഒരു വർഷത്തിലേറെയായി ഈ സൂപ്പർ മാർക്കറ്റിനോട് സഹകരിക്കുകയും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനെയും ഈ നറുക്കെടുപ്പ് പരിപാടിയിൽ ഉൾപ്പെടുത്താൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഈ നാടിൻ്റെ മണ്ണാർക്കാടിൻ്റെ സാംസ്കാരിക മേഖലയിൽ നല്ലൊരു സാമൂഹ്യ പ്രവർത്തനമായി നടത്തിപ്പോരുന്ന സൂപ്പർ മാർക്കറ്റാണ്. തുടർന്നും മുഴുവൻ ആളുകളുടെയും സഹകരണം ഈ സൂപ്പർ മാർക്കറ്റിനും റൂറൽ സർവീസ് സഹകരണ ബാങ്കിലും ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓസോൺ വാഷ് ചെയ്ത് കീടനാശിനിരഹിത പച്ചക്കറികളാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നതെന്ന് സെക്രട്ടറി S. അജയ്കുമാർ പറഞ്ഞു. വിപുലമായ വളർച്ചയ്ക്കും ഭരണസമിതി രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പച്ചക്കറി കടയിലും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങളും വിഷരഹിതമായി ഓസോൺ വാഷിനാൽ കഴുകി ശേഷമാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത്. നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സംവിധാനം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പൂർണ്ണമായും വിഷരഹിതമായാണ് ഇവിടെ വിൽക്കുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടെ വിൽപ്പന നടത്തി വരുന്നത്. മണ്ണാർക്കാടുകാരുടെ മുഴുവൻ പിന്തുണയും എല്ലാ ഉപഭോക്താക്കളുടെ ഭാഗത്തും ഉണ്ടാവണം. ഈ ഓണം നല്ല രൂപത്തിൽ ആഘോഷിക്കാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ബാങ്ക് നടത്തി വരികയാണ്. ബാങ്ക് വൈസ് പ്രസിഡന്റ് റഷീദ് ബാബു, ഡയറക്ടർ റിയാസ്, അസിസ്റ്റന്റ് സെക്രട്ടറി സുധ എന്നിവർ നറുക്കെടുപ്പിന് നേതൃത്വം നൽകി. ഷോർട്ട് ന്യൂസ് നോക്കാം. കൊപ്പം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC ദിനം വിപുലമായി ആഘോഷിച്ചു. കൊപ്പം SHO ശിവശങ്കരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് ഓഫീസർ MP അബ്ദുറഹ്മാൻ വാഫി ലഹരി വിമുക്ത ക്ലാസ് നയിച്ചു. പതാക ഉയർത്തൽ, സാംസ്കാരിക പരിപാടികൾ, ലഹരി വിരുദ്ധ പ്രതിജ്ഞ എന്നിവ നടന്നു. PTA പ്രസിഡന്റ് K. കൃഷ്ണകുമാർ, ഹെഡ്മാസ്റ്റർ P. ഇക്ബാൽ, സുരേഷ്, NP ഷാഹുൽ അമീദ്, CPO റിനോ രാജ്, കേഡറ്റ് ആദിത്യ എന്നിവർ സംസാരിച്ചു. SDBI പാലക്കാട് ജില്ലാ കമ്മിറ്റി ഇലക്ഷൻ പവർ മീറ്റ് സംഘടിപ്പിച്ചു. SDBI തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് നെല്ലൈ മുബാറക്ക് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് CPL ലത്തീഫ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ, വിമൻ ഇന്ത്യ മൂവ്മെൻറ്റ് സംസ്ഥാന പ്രസിഡന്റ് സുനിത നിസാർ, മുസ്തഫ കൊമ്പേരി, മജീദ് ഷൊർണൂർ, ഷഹീർ ചാലിപ്പുറം, ബഷീർ മൗലവി, ഷെരീഫ് പട്ടാമ്പി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. സംഘം ചേർന്ന യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ കേസിൽ സ്ത്രീ അടക്കം 6 പേർ പെരിന്തൽമണ്ണയിൽ അറസ്റ്റിൽ. പരാതിക്കാരിയുടെ ഭർത്താവിനെ ഒരു കേസിൽ നിന്നും രക്ഷിക്കാമെന്ന് പറഞ്ഞായിരുന്നു പീഡനം. പീഡനത്തിന് ഒത്താശ ചെയ്ത സ്ത്രീ യുവതിയുടെ സുഹൃത്ത്. തെരുവുനായ ശല്യത്തെ ചൊല്ലി ഒറ്റപ്പാലം താലൂക്ക് വികസന സമിതിയിൽ തർക്കം. വന്ധ്യംകരണവും പ്രതിരോധ കുത്തിവയ്പ്പും കൃത്യമായി നടക്കുന്നില്ലെന്ന് പ്രതിനിധികൾ. ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്താൻ കഴിയാത്തത് അനാസ്ഥയെന്നും ആരോപണം. ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തക്കുറവ്. മണ്ണാർക്കാട് താലൂക്ക് സമിതിയിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രതിഷേധം. വികസന സമിതി യോഗം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. വിദ്യാർത്ഥികളെ സ്വകാര്യ ബസ്സുകളിൽ കയറ്റാൻ അനുവദിക്കുന്നില്ലെന്ന് പെരിന്തൽമണ്ണ താലൂക്ക് സഭയിൽ പരാതി. തെരഞ്ഞെടുപ്പുകളിലെ വിജയത്തിന് പഴയകാലത്തെ ഡോർ ടു ഡോർ ക്യാമ്പയിൻ അനിവാര്യമെന്ന് കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ. കുറച്ച് പ്രവർത്തനവും കൂടുതൽ പബ്ലിസിറ്റിയുമാണ് ഇക്കാലത്തെ ക്യാമ്പയിനെന്നും K. മുരളീധരൻ. കൂട്ടോപ്പാടം കണ്ടമംഗലം ഭാഗങ്ങളിലെ വന്യമൃഗശല്യം ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് DFOക്ക് പരാതി. പോലീസ് സാന്നിധ്യം അറിയാൻ പ്രദേശത്ത് ക്യാമറ സ്ഥാപിക്കാൻ വനം വകുപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.